കേരളത്തിന്റെ തീരപ്രദേശത്ത് കടൽ മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ പൂർണ്ണം. മത്സ്യബന്ധന വള്ളങ്ങളൊന്നും കടലിൽ ഇറങ്ങിയില്ല. ഇതൊരു സൂചനാ സമരം മാത്രമാണെന്നും ശക്തമായ സമരപരിപാടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും സമരസമിതി നേതാക്കൾ പറയുന്നു. കേരളത്തിന്റെ തീരപ്രദേശത്ത് നിന്നും കടൽ മണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നത്. ഇത് അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരും മത്സ്യത്തൊഴിലാളി സംഘടനകളും കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പുകൾ നൽകിയിട്ടും നടക്കാതെ വന്നതോടെയാണ് സൂചനാ സമരമെന്ന നിലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 12 മുതൽ ഇന്ന് രാത്രി 12 വരെ 24 മണിക്കൂറാണ് കേരളത്തിൻ്റെ തീരദേശ മേഖലയിൽ ഹർത്താൽ നടക്കുന്നത്. ഹർത്താൽ പൂർണ്ണ വിജയമാണെന്ന് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ പി ചിത്തരഞ്ജൻ MLA പറയുന്നു. ഈ തീരത്തെ ജനത പ്രകടിപ്പിക്കുന്ന വികാരം ഉൾക്കൊള്ളുവാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇതൊരു രാഷ്ട്രീയ സമരമേ അല്ല, ഇതൊരു ജീവിത സമരമാണ്. സ്വന്തം അധ്വാനം അത് ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് കുടുംബത്തെ പോറ്റത്തിന് വേണ്ടി കടലിൽ പോയി ജോലിയെടുക്കുന്നവരാണ് ഈ തൊഴിലാളി. അവരുടെ തൊഴിലിടമാണ് ഇല്ലാതാകാൻ പോകുന്നത്. കേരളത്തിൻ്റെ ഓഫ്ഷോർ മേഖലയിൽ കേന്ദ്ര ഏജൻസിയായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പഠനത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയുക്തമാകുന്ന മണൽ നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയത്. കൊല്ലം ജില്ലയിലെ 3 ബ്ലോക്കുകളിലും കൂടി 300 ദശലക്ഷം ടൺ മണൽ നിക്ഷേപം ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ മറവിലാണ് ധാതുമണൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നീക്കം നടക്കുന്നത്. തീരപ്രദേശത്തെ 12 നോട്ടിക്കൽ മൈൽ ഉള്ളിലാണ് ഖനനം നടക്കുന്നത്. മത്സ്യബന്ധന മേഖല കൂടിയായ ഈ പ്രദേശത്ത് ഖനനം നടന്നാൽ അത് വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾക്കിട നൽകുമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.